നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ആഷസ് സീരീസിലെ ആദ്യ 3 ടെസ്റ്റുകളും ഗംഭീരമായി വിജയിച്ച് ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കി. ഇനി 2 ടെസ്റ്റുകൾ കൂടി ബാക്കിയുണ്ട്. 4ാം ടെസ്റ്റ് ഇതാ ബോക്സിംഗ് ഡേയിൽ 26-ാം തീയതി MCGയിൽ മെൽബണിൽ നടക്കാൻ പോവുകയാണ്. കളിക്ക് മുന്നോടിയായിട്ട് ഓസ്ട്രേലിയക്ക് കനത്ത തിരിച്ചടിയായിട്ട് ഇതാ അവരുടെ നായകൻ പാറ്റ് കമിൻസും റൂൾഡ് ഔട്ട് ആവുകയാണ്. കമിൻസ് റൂൾഡ് ഔട്ടാണ്, ഹേസൽവുഡ് റൂൾഡ് ഔട്ടാണ്, അതുപോലെ നദാൻ ലിയോണും ഇപ്പോൾ റൂൾഡ് ഔട്ടായിരിക്കുന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് മാച്ചുകളാണ് ഇനി 2 MCGയിലും SCGയിലും നടക്കാനുള്ളത്. അതെന്തൊരു വർത്താനാടോ, ഞങ്ങൾ ഓസ്ട്രേലിയ ഓൾറെഡി ആഷസ് നേടിയതല്ലേ, പിന്നെ ഇനി അടുത്ത 2 ഇമ്പോർട്ടൻ്റ് ആകുന്നത് എങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. ശരിയാണ്. പക്ഷേ WTC സൈക്കിളിൽ ഓരോ കളിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിൽ 100% PCTയുമായിട്ട് 1ാമതാണ് ഓസ്ട്രേലിയ ഉള്ളത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് മത്സരങ്ങൾ, കളി പരാജയപ്പെട്ടാൽ പണി കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് വിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇപ്പോൾ തൊട്ടുപുറകിൽ ന്യൂസിലാൻഡ് 77.78 PCTയുമായിട്ട് നിൽക്കുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് 75 PCT ഉണ്ട്. സോ പോരാട്ടം കനക്കും, മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളി വിജയിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇപ്പോൾ ഓസ്ട്രേലിയ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ 3 പ്രധാന താരങ്ങളില്ലാതെ വേണം ഇനിയുള്ള 2 ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ കളിക്കാൻ. കമിൻസ് റൂൾഡ് ഔട്ട് ഓഫ് ദി ആഷസ് സീരീസ്, ഹേസൽവുഡ് റൂൾഡ് ഔട്ട് ഓഫ് ദി ആഷസ് സീരീസ്, ലിയോൺ റൂൾഡ് ഔട്ട് ഓഫ് ദി ആഷസ് സീരീസ്. ബിഗ് ബ്ലോ ഫോർ ഓസ്ട്രേലിയ. നോക്കാം, അവരുടെ 4th ടെസ്റ്റിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്മിത്ത് ഇതാ വീണ്ടും ക്യാപ്റ്റനായിട്ട് എത്തുന്നു. സ്മിത്ത്, ബോളണ്ട്, ക്യാരി, ഡോഗറ്റ്, ഗ്രീന്, ട്രാവിസ് ഹെഡ്, ഇംഗ്ലീഷ്, ഖോജ, ലബുഷെയ്ന്, മർഫി, നെസർ, ജെയ് റിച്ചാർഡ്സൺ, സ്റ്റാർക്ക്, മെദറാൽഡ്, വെബ്സ്റ്റർ എന്നിവരാണ് സ്ക്വാഡിലുള്ളത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. കോച്ച് ബ്രണ്ടൻ മാക്കലത്തെ പുറത്താക്കുമോ എന്ന ചോദ്യവുമുണ്ട്. ബ്രണ്ടൻ മാക്കലത്തോട് തന്നെ ആ ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ കോച്ചായിട്ട് തുടരാൻ സാധ്യതയുണ്ട്? അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കറിയില്ല. കാരണം അത് തീരുമാനിക്കേണ്ടത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജോബ് ഏറ്റവും നന്നായിട്ട് ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് കാര്യങ്ങൾ എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വന്നത് എന്നുള്ളത് നന്നായിട്ട് പഠിക്കാനും പാഠം പഠിക്കാനും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുമാണ് ഞാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ചോദ്യങ്ങളുണ്ടല്ലോ, ഇത് മറ്റുള്ളവരോട് ചോദിക്കേണ്ടതാണ്, എന്നോടല്ല ചോദിക്കേണ്ടത് ഞാൻ തുടരുമോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇങ്ങനെ ട്രാവൽ ചെയ്യുക, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഗായ്സിനൊപ്പം ട്രാവൽ ചെയ്യുക, എന്നിട്ട് എക്സൈറ്റിംഗ് ക്രിക്കറ്റ് കളിക്കുക, അതിലൂടെ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ആസ്വദിക്കുന്നതാണ്. പക്ഷെ തുടരുമോ എന്ന കാര്യം എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ബ്രണ്ടൻ മക്കല്ലം പറയുന്നു. അപ്പോൾ അതാണ് ഇംഗ്ലണ്ടിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി എന്ത് എന്നതിൽ അവർക്ക് ആശങ്കയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.